കൊച്ചിയിലെ പൊന്നുരുന്നിയിൽ 3 മണിയോടെ ഭാര്യ സുൽഫത്തും മമ്മൂക്കയ്ക്കൊപ്പം കയ്യിൽ മഷി പുരട്ടി. എന്നാൽ പ്രതികരണത്തിനൊന്നും നിൽക്കാതെ 5 മിനിറ്റ് കൊണ്ട് മടക്കം. താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല. റീലല്ല, റിയാലിറ്റി. കൃത്യമായ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിലൂന്നി സന്ദേശം. ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ച് അവനെ തേടി പിടിച്ച് ചവിട്ടി കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ചിട്ട് സോക്രട്ടീസ് മരിച്ചാണ്. വോട്ട് അധികാരമാണെന്ന് ആവർത്തിച്ച് പറയുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ജിതിൻ രാംദാസ്. നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ, അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നതാണ്. വോട്ട് ചെയ്താൽ മാത്രം പോരാ, സിനിമ കാണണമെന്ന് ദിലീപ്. ഇന്ന് പവി കെയർടേക്കർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 12/5 റിലീസാണ്. അവിടെ വന്ന് ഓരോ വോട്ട് തരിക. വികസനത്തിനാണ് വോട്ടെന്ന് ചാക്കോച്ചൻ. രാഷ്ട്രീയ ബോധമുള്ള ജനം തന്നെയാണ് നമ്മളൊന്ന് ആവശ്യിച്ചിരിക്കുന്നു. ആ രീതിയിൽ തന്നെ ഏറ്റവും നല്ല വിജയം അർഹിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കട്ടെ. ഭരിക്കുന്നവർക്കുള്ള താക്കീതാകുമെന്ന് ജോയ് മാത്യു. ഫാസിസത്തിനെതിരെ മാത്രമല്ല, അപ്പോൾ ഭരിക്കുന്നവർക്കുള്ളൊരു താക്കീതും കൂടി ആവാൻ സാധ്യതയുണ്ട്. എല്ലാം ശരിയാകണമെങ്കിൽ വോട്ട് ചെയ്യണമെന്ന് ആസിഫ്. ജനാധിപത്യത്തിന് വിള്ളലേൽക്കരുതെന്ന് ഇന്ദ്രൻസും. അത് ചെയ്യാതെ നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ. ഇല്ല, ജനാധിപത്യം ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഭരണപക്ഷത്തിനെതിരായ വികാരമാകും വോട്ടെന്ന് പറയുമ്പോഴും പിഷാരടി ധർമ്മജൻ സഖ്യം ഒന്നിച്ച്. ഞാൻ വളരെ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ഭരണപക്ഷത്തിന് എതിരെയുള്ളൊരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്ന് തുറന്നു പറഞ്ഞ സിദ്ദിഖ്, സിനിമാ കുടുംബത്തിലെ സുരേഷ് ഗോപിയുടെയും മുകേഷിന്റെയും ഫലം എന്തെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന വാക്കുകളിൽ ഒതുക്കി. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാർട്ടി തന്നെ എപ്പോഴും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല എന്നൊരു തോന്നൽ വരും. അപ്പൊ അതുപോരാ, ജനാധിപത്യത്തിൽ അങ്ങനെയല്ല, ചോദിക്കാൻ ശക്തമായ പ്രതിപക്ഷം വേണം. ഇക്കുറിയും ഫാസിലും ഫഹദ് ഫാസിലും രാവിലെ തന്നെ ഒന്നിച്ചെത്തി വോട്ട് ചെയ്ത് മടങ്ങി. ഒന്നും വിട്ടു പറയാതെ ചിലർ മാറുമ്പോൾ പൗരനാണ് പവർഫുൾ എന്ന് ഉറച്ചു പറയുന്നു ടിനി ടോം. പ്രതീക്ഷകള് നമുക്ക് അവർ ഒരുപാട് വികസനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അതൊക്കെ നടന്നാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാവില്ലെന്നർത്ഥം. ഈ ഒരു ദിവസമാണ് നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസം കിട്ടുന്നത്. ആരാധകരുടെ പ്രതീക്ഷ തെറ്റിയില്ല. അങ്കമാലിയുടെ ലിച്ചി ശ്രീലങ്കയിൽ നിന്നും ആലുവയിലെത്തി വോട്ട് ചെയ്യാൻ. വോട്ടിന് വേണ്ടി മാത്രം എന്താണ്, അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാം. ആശ്വാസരത്തും ഉണ്ണിമുകുന്ദനും വിധിയെഴുതി. എന്റെ അവകാശമല്ല, അതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.